നഴ്സിംഗ് പഠനശേഷം വിദേശത്ത് ജോലി, അതിന് പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അങ്ങനെയാണ് കോതമംഗലം സ്വദേശിനി അമീന മലപ്പുറം കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ആ സ്ഥാപനത്തിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനവും തൊഴിൽ ചൂഷണവും അവളെ മാനസികമായി തളർത്തി. 2 വർഷത്തോളം ജോലി ചെയ്തിട്ടും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ അയാൾ തയ്യാറായില്ല. യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് ജനറൽ മാനേജർ അബ്ദുറഹ്മാന്റെ ക്രൂരതകൾ പുറം ലോകമറിഞ്ഞത്. സംഭവത്തിൽ കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ അബ്ദുറഹ്മാനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയുടെ മുകൾ നിലയിലെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് അമിതമായി മരുന്നുകൾ കഴിച്ച് 2 ആഴ്ച മുൻപാണ് അമീന ജീവനൊടുക്കിയത്. നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രി മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്ത അബ്ദുറഹ്മാനെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തിയും രേഖപ്പെടുത്തി. കേസിൽ നിർണായക വിവരങ്ങൾ അടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത്. ഈ മാസം 12-ന് വൈകിട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ മുകൾ നിലയിലുള്ള ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. ഉടൻ വളാഞ്ചേരിയിലെയും കോട്ടയ്ക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മുൻ മാനേജറുടെ മാനസികമായ പീഡനം മൂലമാണ് ആത്മഹത്യയെന്ന് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയി. തുടർന്ന് നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും അമാന ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. അബ്ദുറഹ്മാനെതിരെ ആശുപത്രി ജീവനക്കാരുടെ സംഘടനകൾ പോലീസിന് പരാതി നൽകുകയും അമീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡിജിപിക്കും മലപ്പുറം എസ്പിക്കും പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് തിരൂർ ഡിവൈഎസ്പി കേസ് അന്വേഷണം ഏറ്റെടുത്തത്. 2 വർഷത്തിലേറെയായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പല കാരണങ്ങൾ പറഞ്ഞ് ജനറൽ മാനേജർ അനുവദിച്ചിരുന്നില്ല. പാവപ്പെട്ട വീട്ടിലെ ഏക അത്താണിയായിരുന്നു അമീന. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ വേറെ ജോലിക്ക് ചേരാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. ഈ മാനസിക വിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പറയുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ.